എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പ്രഥമസ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭി സംഭൂതം ഷോഡശകലമാദൗ ലോകശുശ്രൂഷയാ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭി സംഭൂതം ഷോഡശകലമാദൗ ലോകശുശ്രൂഷയാ. ഇനി ശ്ലോകത്തിൻ്റെ അന്യം നോക്കാം. ഭഗവാൻ ലോകശുശ്രൂഷയാ ആദൗ മഹദ് ആദിഭിഹി സംഭൂതം ഷോഡശ കലം പൗരുഷം രൂപം ജഗൃഹേ. ഒന്നുകൂടി നോക്കാം. ഭഗവാൻ ലോകശുശ്രൂഷയാ ആദൗ മഹദ് ആദിഭി സംഭൂതം ഷോഡശകലം പൗരുഷം രൂപം ജഗൃഹേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹത് ആദിഭി സംഭൂതം ഷോഡശ കലം ആദൗ ലോക ശുശ്രൂഷയാ. ഒന്നുകൂടി പദം നോക്കാം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹത് ആദിഭി സംഭൂതം ഷോഡശ കലം ആദൗ ലോക ശുശ്രൂഷയാ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ജഗൃഹേ സ്വീകരിച്ചു, പൗരുഷം രൂപം പുരുഷസ്വരൂപം മഹാപുരുഷസ്വരൂപം, ഭഗവാൻ സർവശക്തനായിരിക്കുന്ന ആ ഭഗവാൻ, മഹത് ആദിഭിഹി മഹത്തത്വം മുതലായവയിൽ നിന്ന്, സംഭൂതം ഉദ്ഭവിച്ച, ഷോഡശ കലം 16 കലകളുള്ള, ആദൗ ആദിയിൽ, ലോകശുശ്രൂഷയാ ലോകങ്ങളെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്താൽ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഈ ശ്ലോകം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആരംഭ ശ്ലോകമാണ്. ഇവിടെ ഭാഗവതം പുരുഷാവതാര തത്വം അവതരിപ്പിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ പൗരുഷരൂപം സ്വീകരിച്ചു. മഹത്തത്വം മുതലായ പ്രക്രിയകളിലൂടെ പ്രകടിച്ച ഷോഡശകല പുരുഷൻ ആയി. എന്തിനായിട്ട്? ലോക സൃഷ്ടിക്കായിട്ട്. ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് സൃഷ്ടി അസംയമിതമായ സംഭവമല്ല, ഭഗവാന്റെ സങ്കല്പത്തിൻ്റെ പ്രകടനമാണ് സൃഷ്ടി. ഭഗവാൻ സൃഷ്ടിയെ നിയന്ത്രിക്കുന്ന മഹാപുരുഷ സ്വരൂപമായി പ്രവർത്തിക്കുന്നു എന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള ശ്ലോകങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.